ഓക്കെ, പോയട്രി ഇൻ അഗസ്റ്റൻ ഏജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത് 1700 മുതൽ 1750 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. ആ കാലത്തുള്ളൊരു ഫേമസ് റൈറ്ററായിരുന്നു അലക്സാണ്ടർ പോപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം അലക്സാണ്ടർ പോപ്പ് ഒരു ഫേമസ് റൈറ്ററാണ്. അപ്പം അദ്ദേഹം ലാറ്റിൻ പോയറ്റ്സ് ആയിട്ടുള്ള ഹൊറൈസ്, വെർജിൽ ഇവരുടെയൊക്കെ വർക്ക്സ് എടുത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ആ സമയത്തുള്ള എംപററായിരുന്നു അഗസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം എംപററായിരുന്നു അഗസ്റ്റ്. സോ ഇത് അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നു. അതായത് ഈ ഒരു അലക്സാണ്ടർ പോപ്പ് ഹൊറൈസിൻ്റെ വെർജിലിൻ്റെയൊക്കെ ഫേമസ് വർക്ക്സ് എടുത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ഒരു സമയത്തുണ്ടായിരുന്ന എംപററായിരുന്നു അഗസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിന് അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നുണ്ട് പോയട്രിയിൽ. അഗസ്റ്റൻ ഏജിലുള്ള പോയട്രീനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അഗസ്റ്റൻ ഏജിലാണ് അലക്സാണ്ടർ പോപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹൊറൈസിൻ്റെ വെർജിലിൻ്റെയൊക്കെ ഫേമസ് വർക്ക്സൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിയോ ക്ലാസിക്കൽ ഏജ് എന്നും ഈ അഗസ്റ്റൻ ഏജിനെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ദീസ് വർക്ക്സ് ആർ നോൺ ആസ് ദി ക്ലാസിക്കൽ വർക്ക്സ്. അതായത് അലക്സാണ്ടർ പോപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഹൊറൈസിൻ്റെ വെർജിലിൻ്റെയൊക്കെ ഈ ഒരു വർക്ക്സ് എന്ത് കൺസിഡർ ചെയ്തിട്ടുള്ളത് ക്ലാസിക്കൽ വർക്ക്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള വർക്ക്സുകളെയാണ് അലക്സാണ്ടർ പോപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതുകൊണ്ട് നിയോ ക്ലാസിക്കൽ ഏജ് എന്നും ഈ അഗസ്റ്റൻ ഏജിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അന്നത്തെ ഒരു പോയട്രിയുടെയൊക്കെ ഒരു പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. സോ അന്നത്തെ പോയട്രികളൊക്കെ സാറ്ററിക്കൽ വേഴ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സാറ്ററിക്കൽ വേഴ്സ്. This was 18th century poetry such as that of Alexander Pope was many of Pope's titles to contain the word essay, an essay on man, an essay on criticism, for instance. സോ അന്നൊക്കെ സാറ്ററിക്കൽ വേഴ്സിലായിരുന്നു പോംസ് ഉണ്ടായിരുന്നത് ഈ ഒരു അഗസ്റ്റൻ ഏജിൽ. ഓക്കെ, അപ്പോൾ അലക്സാണ്ടർ പോപ്പിൻ്റെ മെനി വർക്ക്സും എങ്ങനെയുള്ളതാണ്, ഈ എസ്സേ എന്ന് തുടങ്ങുന്ന വേർഡിൽ തുടങ്ങിയിട്ട്, അതായത് സാറ്ററിക്കൽ വേഴ്സിലാണ് എസ്സേ എന്ന് പറയുന്ന ഒരു വേർഡ് തുടങ്ങിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെനി വർക്ക്സും വന്നിട്ടുള്ളത്. ആൻ എസ്സേ ഓൺ മാൻ, ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം, അതൊക്കെ ഒരു എക്സാമ്പിളാണ്. പിന്നെ അന്നത്തെ കാലത്തുള്ള തീംസ്, അഗസ്റ്റൻ ഏജിലുള്ള പോയട്രികളിലുള്ള തീംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട്